കൺസ്ട്രക്ഷൻ ഫേമിനെ പറ്റി നമ്മൾ ഒരു ബിസിനസ് നമ്മൾ അതിലൊരു കുഞ്ഞു വാവയായിട്ട് സങ്കല്പിക്കുക. അപ്പം നമ്മുടെ വീട്ടിൽ പിള്ളേരുണ്ട്. അപ്പോൾ അവരെന്താണ് ചെയ്യുന്നത്? അവരാദ്യമായിട്ട് പലതും തെറ്റുകൾ ചെയ്താണ് അവർ വളരുന്നത്, കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഉൾപ്പെടെ. ഇതുപോലെ തന്നെയാണ് ഒരു ബിസിനസ്സിന് ഒരു ലൈഫ് സൈക്കിളുണ്ട്. നമ്മളാദ്യം ചിലപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരുന്നതായിരിക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ഒരിക്കൽ എന്നാൽ നമുക്ക് സ്വന്തമായിട്ട് തുടങ്ങാം. അപ്പോൾ നമ്മൾ ചിലപ്പോൾ പെർമിറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, കേസ് മാറിൽ നമ്മൾ ചെയ്യുന്നു. ചിലപ്പോൾ നമ്മൾ കുറച്ച് കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യും. ഇത് പലപ്പോഴും ചെയ്തു പോകുമ്പോൾ തെറ്റുമ്പോൾ ഇവിടെ ബിസിനസ്സാണ് സാമ്പത്തികമായിട്ട് ഒരുപാട് കൈ നനയും. ഇത് തന്നെയാണ് നമ്മൾ ബിസിനസ് തുടങ്ങുന്നത് തന്നെ നമുക്ക് സാമ്പത്തികമായി കുറച്ചുകൂടെ മുന്നേറാൻ വേണ്ടിയാണ്. അപ്പോൾ അത് സംഭവിക്കത്തില്ല. അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞിനെ പോലെ തന്നെ നമ്മുടെ ബിസിനസ്സിനെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ആ ഒരു പോയിന്റിൽ ഒരു നല്ല പ്രാക്ടീസ്, ഒരു 8 എണ്ണവും ഒരു നെഗറ്റീവായിട്ടുള്ള കണ്ടുവരുന്നത്, ഇത് എൻ്റെ എക്സ്പീരിയൻസിലാണ്. നിങ്ങൾക്കും ഇത് ആഡ് ചെയ്യാം. നമുക്കിത് ഇൻട്രാക്റ്റീവായിട്ട് കൊണ്ടുപോകാനാണ് എനിക്ക് താല്പര്യം. ഇടയ്ക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇൻട്രാക്ട് ചെയ്യുക. അതാണ് കുറച്ചുകൂടെ എല്ലാവർക്കും ഉപയോഗപ്പെടും, എനിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 8 പ്രാക്ടീസസ്. അതിൽ ആദ്യത്തെ കാര്യം അക്കൗണ്ട്സ്. ഇപ്പോൾ നേരത്തെ സാറ് പറഞ്ഞത് തന്നെയാണ്. നമ്മളിപ്പോൾ സംഘടനാ ലെവലിലുള്ള അക്കൗണ്ട്സിൻ്റെ രീതിയൊക്കെ സാറ് പറഞ്ഞു. ഇത് തന്നെയാണ് നമുക്കും അക്കൗണ്ട്സിൽ വേണ്ടത്. കാര്യം ഏതൊരു ബിസിനസ് നമ്മൾ ഒറ്റയാളായിട്ട് ബിസിനസ് തുടങ്ങുമ്പോൾ പോലും അക്കൗണ്ട്സ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. കാര്യം നമ്മൾ പലപ്പോഴും അല്ലെങ്കിൽ നമ്മളും ബിസിനസ് ഒന്നാണെന്ന് വിചാരിച്ചിട്ടാണ് ഈ ബിസിനസ്സിലോട്ട് ഇറങ്ങുന്നത്. നമ്മൾ ചിലവാക്കുന്നു, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതിൽ അക്കൗണ്ട്സിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ബേസിക്കലി ഈ എല്ലാ സ്ഥാപനങ്ങളിലും ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ ആദ്യം ഞാൻ ചിലവാക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ വൈഫ് നമ്മളായിട്ടായിരിക്കും നോക്കുന്നത്. പക്ഷേ ഇതൊരു സിസ്റ്റമാറ്റിക് കൊണ്ടുപോകണം. നമ്മൾ ഒരു എക്സ്പെൻസ് കൊണ്ടുവരുവാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ പ്രൊപ്പറേറ്റർ ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ നമുക്കൊരു കറണ്ട് അക്കൗണ്ട് ഉണ്ട്. നമ്മൾ എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ബിസിനസ്സിൽ കൊണ്ടുവരുന്നു, ഇപ്പോൾ ഓഫീസിലേക്ക് ലാപ്ടോപ്പ് മേടിക്കുന്നു, നമ്മൾ നേരെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കൊടുക്കാതെ നമ്മുടെ അക്കൗണ്ടിലിട്ട് അത് തന്നെ ചെയ്യണം. അപ്പോൾ അതിനുള്ള ടോപ്പിക് എന്ന് പറഞ്ഞാൽ, പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മളും അക്കൗണ്ടൻ്റ് ഒന്നാവരുത്. ഇപ്പോൾ തുടക്കത്തിൽ ഭാര്യ കാണും, അല്ലെങ്കിൽ ബ്രദർ കാണും, അവരായിരിക്കണം അക്കൗണ്ടബിൾ. ഒരാൾ വേണം. അത് ഇപ്പോൾ പലരോടും ഞാനിത് പറയില്ല സാർ, നമ്മൾ ഒറ്റയ്ക്കാണ് ബിസിനസ് ചെയ്യുന്നത്, അപ്പോൾ ഞാൻ തന്നെയാണ് എല്ലാം നോക്കുന്നത്, ഞാൻ തന്നെയാണ് വൈകുന്നേരം കണക്ക് എഴുതുന്നത്. ഞാൻ ജേണിയിൽ കൂടെ തന്നെയാണ് ഞാൻ പോയത്. പക്ഷേ എങ്കിലും തെറ്റെന്ന് മനസ്സിലാക്കിയിട്ട് പറയുന്നു. അത് നിങ്ങൾക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് മനസ്സിലാവും. നമ്മൾ തന്നെ നമുക്കിപ്പോൾ ഒരു പ്രൊപ്പറേറ്റർ ആണെങ്കിൽ ഒരു SB അക്കൗണ്ട് മാറ്റി വയ്ക്കുക. നമ്മൾ എന്ത് ചിലവ് വരുമ്പോൾ അതിലോട്ട് പൈസ ഇട്ടിട്ട് അതൊന്നായിരിക്കും ചെയ്യുന്നത്. ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അക്കൗണ്ടബിലിറ്റി ഉണ്ടാവും. അപ്പം നമ്മൾ ലാപ്ടോപ്പ് മേടിച്ചു, നമ്മൾ അതിന് വേണ്ടി ഇത് പോയി, അങ്ങനെ ചെയ്യാതെ ഇപ്പോൾ പ്രൊപ്പറേറ്റർ പാർട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ അതിനൊരു അക്കൗണ്ടന്റ് വയ്ക്കാം. അക്കൗണ്ടന്റ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വണ്ടേഴ്സ് ഭയങ്കരമാണ്. ഞാൻ വളരെ ലേറ്റായിട്ടാണ് അത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഹൂ ഈസ് അക്കൗണ്ടബിൾ, നമ്മളാണോ വേറൊരാളാണോ എന്നുള്ളത് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്ത് പോകണം. പിന്നെ അക്കൗണ്ട്സിൻ്റെ ഫ്ലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അക്കൗണ്ട്സുമായിട്ട് ഇപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത്, ഞാനിപ്പോൾ 1 ലക്ഷം രൂപ മുടക്കിയാണ് എൻ്റെ ഒരു സ്ഥാപനവും ഇതെല്ലാം ഇട്ടത്. ഇത് ഞാൻ നേരിട്ട് കൊടുത്തിട്ട് പിന്നെ കണക്ക് എഴുതുന്നത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല. നാളെ നമ്മുടെ സുഹൃത്തിനെ ഗൾഫിൽ നിന്ന് വരുവാണ്, എൻ്റെ കൂടെ ചേരുമോ എന്ന് പറയുമ്പോൾ ഞാൻ ഇത്ര രൂപ മുടക്കി എന്ന് പറയുമ്പോൾ ഞാൻ ഗൂഗിൾ പേ ചെയ്തു, അതല്ല, എൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് പോയത്, ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്. കാര്യം ബാങ്കും അത് അലോ ചെയ്യും നമ്മൾ എത്ര രൂപ ബിസിനസ് ചെയ്തു. അപ്പോൾ വരുമാനം വരുന്നത് അതിലോട്ട് തന്നെ മേടിക്കുക, അതിനോട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് വരുമ്പോൾ ബാങ്കിനും തോന്നും, ഓക്കെ ഇവർ കൊള്ളാം, ഇവർ നല്ലോണം ഗ്രോ ചെയ്ത് വരുന്നു, നമുക്കൊരു ട്രാക്ക് റെക്കോർഡ് കാണിക്കാൻ പറ്റും. അപ്പോൾ ഏറ്റവും ആദ്യം അക്കൗണ്ട്സ് ആണ്. പിന്നെ GST ക്ലോസ്. പലരും പറയുന്ന ഒരു പ്രശ്നം, സാറേ അത് GST ചോദിക്കുമ്പോൾ കസ്റ്റമർ പറയും ക്യാഷ് തരാം. അപ്പോൾ ഈ അക്കൗണ്ടബിലിറ്റി അവിടെ തെറ്റും. സിമ്പിളായിട്ട് നമ്മൾ 1000 രൂപയാണ് നമ്മുടെ ഫീസെങ്കിൽ അതിൻ്റെ കൂടെ 18% GST നോക്കിയാൽ 1150. നമ്മൾ 1150 അല്ലെങ്കിൽ 1200 എന്ന് പറയും. 1000 അക്കൗണ്ട്സ് റിവൈസ് ചെയ്താൽ മതി. അപ്പോൾ 1200 അങ്ങനെ മേടിക്കാൻ ശ്രമിക്കുക. നമ്മളതൊരു പ്രാക്ടീസ് ആക്കുക. ഇത് സിമ്പിളാണ്. ഒരു 50% ചാൻസ് സമയത്ത് ഇത് വർക്കൗട്ട് ആവും. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറഞ്ഞതാണ്. കാര്യം നമ്മൾ നാട്ടിലെ നിയമം നോക്കി തന്നെയാണ് ബിസിനസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് GST ക്ലോസിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. ഒരുപാട് അനുഭവങ്ങളുണ്ട്, അത് നേരിട്ട് പറയാം പിന്നീട്. സെക്കൻഡ് ഡ്യൂസ് എന്ന് പറഞ്ഞാൽ SOP. നമ്മളെല്ലാവരും കേൾക്കുന്നുണ്ട്, പലരും വളരെ ഈ കാര്യങ്ങൾ അറിയാവുന്നവരാണ്. എങ്കിലും അറിയാത്തവർക്കായിട്ട് സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. ഇപ്പോൾ ഈ ലാപ്ടോപ്പ് ഇന്നിവിടെ ഉപയോഗിച്ചിരിക്കണമെങ്കിൽ ഇതിൻ്റെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. നമ്മുടെ ബിസിനസ്സിൽ നമ്മളാണ് ആദ്യം ബിസിനസ് ഫൗണ്ട് ചെയ്തത്, ശരിയാണ്. അടുത്ത ലെവൽ ഗ്രോ ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ അകത്തൊരു പ്രൊസീജിയറാണ്. അപ്പോൾ അതൊരു കോംപ്ലക്സ് സാധനമൊന്നുമല്ല. നമ്മൾ എന്താണോ ചെയ്യുന്നത് ഒരു പേപ്പറിൽ എഴുതുക എന്നുള്ളത് മാത്രമാണ്. ഞാൻ എന്നുള്ള വ്യക്തി രാവിലെ എണീക്കുന്നു, സൈറ്റിൽ പോകുന്നു, അത് ചെയ്യുന്നു, കോർപ്പറേഷൻ ഓഫീസിൽ പോകുന്നു, അവിടെ AE കാണുന്നു, ഓഫീസറെ കാണുന്നു, ഉച്ചയാകുമ്പോഴേ കാണുന്നു, ഇതെല്ലാം എഴുതി വയ്ക്കുക. ഇതിൻ്റെ ആവശ്യം നമ്മളല്ലാതെ ഒരാൾ വരുമ്പോഴാണ് ഇതിൻ്റെ മേൽ. അപ്പോൾ ഇതാണ് SOP എന്ന് പറഞ്ഞ് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇത് എക്സാമ്പിൾ ഈ റെസ്റ്റോറൻറ്റ് ചെയിനൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഈ പാരഗൺ,
ഇതൊക്കെ. അവിടെ കോഴിക്കോടുള്ള പാരഗൺ ഇവിടെ അതേ ടേസ്റ്റാണ്. കോഫി ഹൗസ് അവരെല്ലാം ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടതെന്ന് എഴുതി വയ്ക്കുന്നു, അതുപോലെ നോക്കുന്നു. കൂടുതൽ കയ്യിൽ നിന്നിടണ്ട. ഇത് തന്നെയാണ് SOP എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നമ്മൾ ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്യുമ്പോൾ പോലും അത് ഡയറിയിൽ എഴുതി വെച്ചാൽ നാളെ വലുതാവുമ്പോൾ അത് നമുക്ക് ആവശ്യം വരും. അതാണ് അങ്ങനെ ഒരു സാധനം നിങ്ങൾ ചെയ്യുക. പിന്നെ ഡെലിഗേഷൻ ആൻഡ് ഡെലിഗേഷൻ ട്രയൽസ്. ഇന്നിപ്പോൾ ഹരിചേട്ടൻ പറഞ്ഞു ഇവിടെ വന്നു, ഞാൻ ഉച്ചയ്ക്ക് 3 മണിക്ക് എനിക്ക് ട്രിവാൻഡ്രത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞു വെച്ചിരിക്കും. ഈ നമ്മൾ ഒന്നിൽ കൂടുതൽ മെമ്പർ ആകുമ്പോൾ ഇത് ഡെലിഗേറ്റ് ചെയ്യാൻ സിമ്പിളായിട്ട് നമ്മളൊരു കാര്യം പറയാം, അവരെന്തായാലും തെറ്റിക്കും. പക്ഷെ തെറ്റിച്ച് ഇതിനൊരു ട്രയൽ ബേസിസിൽ കൊണ്ടുപോയാലേ പറ്റും. കാര്യം പലരും പറയും ഇല്ല ഞാനില്ലെങ്കിൽ ബിസിനസ് ഇല്ല. അപ്പോൾ എല്ലാവരും പറയാം അത് റിസ്ക്കിയാണ്. റിസ്ക് അല്ലാത്ത ചെറിയ കാര്യങ്ങൾ കൊടുക്കുക. ഈ ചെറിയ കാര്യങ്ങൾ കൊടുക്കുമ്പോൾ തെറ്റാത്ത ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. നമ്മൾ കൊടുക്കുന്ന 10 ടാസ്കിൽ 6 തെറ്റിക്കും, 4 ശരിയാക്കുന്ന കുറച്ച് മെമ്പേഴ്സ് കാണും. അവരെ ഐഡൻറ്റിഫൈ, അതാണ് അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ ഹൂവർ വിൻസ്. നമുക്കൊരു ടീം വേണം. ഇപ്പം നമ്മൾ ലെൻസ്ഫെഡ് വർക്ക് ചെയ്യുന്നത് ഒരു സിസ്റ്റമാറ്റിക് ആണ്. സംസ്ഥാനം, ജില്ല, താലൂക്ക്, അങ്ങനെ പല ലെവലിലുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ ബിസിനസ്സിലും ലെൻസ്ഫെഡിലുള്ളവർക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല, ഇത് തന്നെയാണ് നമ്മുടെ ബിസിനസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളില്ലാത്തപ്പോഴും നമ്മുടെ ബിഹാഫിൽ കാര്യങ്ങൾ നടത്തുന്ന ഒരാൾ. ഇന്ന് എനിക്ക് മൊബൈൽ റേഞ്ച് പോലും ഇല്ല, കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഞാനും ബിസിനസ് നടത്തുന്ന ആളാണ്. അപ്പോൾ ആ രീതിയിൽ ഒരു കോർ ടീം ഉണ്ടാക്കണമെങ്കിൽ ചുമ്മാ കൊള്ളാം. എൻ്റെ അടുത്ത് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ, എനിക്ക് 2 എംപ്ലോയി ഉള്ള ആളാണെങ്കിൽ ഒരുത്തും ചിരിക്കില്ല. അതുകൊണ്ട് അവനെ കോർ ടീം അതല്ല. അതിൽ പെർഫോം ചെയ്യുന്ന ആളെ നമുക്ക് നോക്കാം. അവൻ കറക്റ്റായിട്ട് അറിഞ്ഞും കണ്ടും ക്ലയൻറ്റിനെ ഡീൽ ചെയ്യുന്നുണ്ട്, അയാളാണ് കോർ ടീം. അങ്ങനെ നമ്മൾ കോർ ടീമിനെ വാർക്കാൻ ഇത് പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഞാനിന്നിവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞത്. പിന്നെ മൂന്നാമത്തത് ടെക്നോളജി അഡാപ്റ്റേഷൻ. ഇപ്പോൾ ഗിരീഷ് സാറ് പറഞ്ഞു ഇവിടെ ലെൻസ്ഫെഡിന് ആപ്പ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ കേട്ടു. ആക്ച്വലി അത് തന്നെയാണ് നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ ടെക്നോളജി അഡോപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പോൾ മണ്ണും കട്ടയും വെച്ച് ചെയ്യുന്നതിന് എന്ത് ടെക്നോളജി വെച്ചാൽ എല്ലാവർക്കും അറിയാം, ടെക്നോളജിയാണ്. അതിൽ ഞാൻ ലിസ്റ്റ് ചെയ്ത കുറച്ച് കാര്യം, ഇപ്പോൾ ഞാൻ എൻ്റെ ഓഫീസിൽ പെയ്ഡ് സൂം മീറ്റിംഗ് ക്ലയൻറ്റുമായിട്ട് ഡിസ്കസ് ചെയ്യാനൊക്കെ ഉപയോഗിക്കും. പിന്നീട് ഒരു ആക്സിഡൻ്റൽ ഡിസ്കവറിയാണ്, എന്താ ക്രെഡിറ്റ് കാർഡ് ലിങ്ക് ആയിട്ട് അത് വർക്കായില്ല. അപ്പോൾ 45 മിനിറ്റ്സ് കഴിയുമ്പോൾ കട്ടാവും. ആക്ച്വലി അത് നല്ലതാണ്. ഒരു സ്റ്റഡി നടത്തിയത്, ഒരാൾക്ക് 45 മിനിറ്റ്സിൽ കൂടുതലൊരു സ്ക്രീൻ നോക്കുമ്പോൾ ഫെറ്റീക്ക് ആവും, നമ്മൾ ശ്രദ്ധ പോകും. അപ്പോൾ ഞാൻ ഫ്രീ ആയിട്ടുള്ള സൂം മീറ്റിംഗ് ക്ലയൻസുമായിട്ട് എടുക്കുമ്പോൾ 40 മിനിറ്റ്സ് ആകുമ്പോൾ ഇനി 30 മിനിറ്റ്സ് ആകുമ്പോൾ ഇനി 10 മിനിറ്റേ ഉള്ളെന്ന് കാണിക്കും. ആക്ച്വലി നമ്മൾ മീറ്റിംഗ് അക്സലറേറ്റ് ചെയ്ത് തീരും. അപ്പോൾ ഫോക്കസ്ഡ് ആയിരിക്കും. ഇപ്പോൾ പല മീറ്റിങ്ങുകളും ഒരു മീറ്റിംഗ് ഫിസിക്കലാക്കിയിട്ട് ബാക്കി സൂമിലാക്കിയാൽ നമുക്ക് അങ്ങോട്ട് സൈറ്റിൽ പോകുന്നതും അങ്ങനെയുള്ള, അല്ലെങ്കിൽ വിദേശ ക്ലയൻസിനൊക്കെ യൂസ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള ഫ്രീ സോഫ്റ്റ്വെയർ ആണ് ഞാൻ ലിസ്റ്റ് ചെയ്തത്. അതുപോലെ ഗൂഗിൾ കീപ്പ് എന്നുള്ള എല്ലാവരും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അതായത് ഇപ്പം ഞാനും എൻ്റെ ഒരു ടീം മെമ്പറുണ്ട്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സാപ്പ് ചെയ്ത് ഒരു കാര്യം പറഞ്ഞ് തീർന്നോ എന്ന് പറയുന്ന നേരം ഷെയർഡ് നോട്ട്സാണ്. അത് ഫ്രീ ആണ്. നമ്മൾ 10 ടാസ്ക് ഇട്ടാൽ തീരുമ്പോൾ ഒരു ഞെക്കി കഴിഞ്ഞാൽ ടിക്ക് ഇടാം. അപ്പോൾ അങ്ങനെ ഒരു ഫ്രീ സാധനമുണ്ട്, ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്താൽ മതി. അതുപോലെ വാട്സാപ്പ് ഗ്രൂപ്പ്. ഇപ്പോൾ ഈ ഒരുപാട് കമ്പനികൾ CRM വേണം, നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ വേണം, നല്ല തന്നെയാണ്. പക്ഷേ ഒരു 50 സൈറ്റ് വരെ, എൻ്റെ അനുഭവമാണ്, ഇത് തെറ്റാന്ന് നിങ്ങൾക്ക് പറയാം, ഒരു 50 സൈറ്റ് വരെ നോക്കാൻ നമുക്ക് വാട്സാപ്പ് ഗ്രൂപ്പ് മതി, ക്ലയൻറ്റും നമ്മളുമായിട്ടുള്ള. അതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും നടക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് ഈ സോഫ്റ്റ്വെയർ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യരുതെന്നുള്ളൊരു ഒരു സജഷൻ ഉണ്ട് എൻ്റെ ഭാഗത്തുനിന്ന്. പിന്നെ സോഫ്റ്റ്വെയർ. ഇപ്പോൾ എല്ലാ കസ്റ്റമറും പറയാം നിങ്ങൾ പ്ലാനൊക്കെ വരയ്ക്കുന്നതിന് ഇത്ര രൂപയായത് AI-യിലുണ്ടല്ലോ. ശരിയാണ്, നമ്മളത് ഉപയോഗിക്കുക, നമ്മളതിനെ തിരിച്ചു ഡീകോഡ് ചെയ്യുക. എന്താണ്, ഇപ്പോൾ ഒരു സൈറ്റ് വിസിറ്റ് കഴിഞ്ഞ് നമ്മളൊരു പ്ലാനും ഇതൊക്കെ തന്നു. അപ്പോൾ നമ്മുടെ അവിടെ ഉപയോഗിക്കുന്നത് കൂഹോമും കുജയിലുമാണ്. പെയ്ഡാണ്, വർഷം 60,000 രൂപ ഉണ്ട്. പക്ഷേ അതിന് വർത്ത് പറയുന്നത് കസ്റ്റമർ എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ പ്രപ്പോസൽ ഇൻക്ലൂഡിങ് BOQ എസ്റ്റിമേറ്റ് വരെ ഒരു 5 മിനിറ്റ് കൊണ്ട് കൊടുക്കും. ഇത് വർക്കൗട്ട് ആവത്തില്ല. നമ്മുടെ ഈ ഫോർഹാൻഡ് പറയാം, വർക്കൗട്ട് ആവണമെന്നില്ല, ചാൻസ് തെറ്റുണ്ട്. പക്ഷേ കസ്റ്റമർക്ക് പെട്ടെന്ന് നമുക്ക് കൊടുക്കാൻ ഇതാണ് നല്ലത്. പിന്നെ കസ്റ്റമർ നമുക്ക് റേറ്റ് ഓക്കെ ആയാൽ നമ്മൾ ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ട്രഡീഷണൽ മെത്തേഡ്, നമ്മൾ 3ds Maxോ ബാക്കി സ്കെച്ചപ്പ് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. പക്ഷേ ഇത് ഉപയോഗിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഓഫീസിൽ ഷെയർഡായിട്ട് ആൾക്കാർ കമ്പ്യൂട്ടറിലെല്ലാം സേവ് ചെയ്ത് വയ്ക്കുന്ന ഒരു ഇതുണ്ട്. പക്ഷേ സിസ്റ്റം ഹാർഡ് ഡിസ്ക് അടിച്ചു പോയാൽ രാത്രി മൊത്തം ഇരുന്ന് ഞാൻ CAD-ൽ വർക്ക് ചെയ്ത് രാവിലെ സിസ്റ്റം മാറും. അപ്പോൾ ക്ലൗഡ്, നമുക്ക് ഗൂഗിൾ ഡ്രൈവ് ഒക്കെ 20 GB, ഞാൻ ഡ്രോപ്പ് ബോക്സ് എന്നൊരു സാധനമാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് ഓരോരുത്തരുടെ പ്രിഫറൻസാണ്. അപ്പോൾ അതിൽ 2 GB വരെ ഫ്രീ ഉണ്ട്. ഷെയർഡ് നോട്ട്സ് ഓരോരുത്തർക്ക് ഫോൾഡർ കൊടുത്തു കഴിഞ്ഞാൽ സേവ് ചെയ്യുന്നതല്ല, അതിൽ സേവ് ചെയ്യുക. നമ്മളല്ലാതെ ഒരാൾ നമ്മൾ ചെയ്യുമ്പോഴത് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം ടെക്നോളജി അഡോപ്റ്റേഷനാണ്. ഇതെല്ലാം ഞാൻ പറഞ്ഞത് ഫ്രീ ആണ്. പെയ്ഡായിട്ട് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഫ്രീ ആയിട്ടുള്ള കാര്യം ഇതാണ് മൂന്നാമത്തെ ഡൂസ് പറഞ്ഞത്. പിന്നെ ഈ ഡെയിലി മീറ്റിംഗ്, ഇന്നിപ്പോൾ ഞാനിവിടെ വരുമ്പോൾ ഒരു 15 മിനിറ്റ് നമ്മൾ ഡെയിലി രാവിലെ സൈറ്റിലുള്ള, ഓഫീസിലുള്ള, ഞാൻ ഉൾപ്പെടെ, ഞാൻ ചിലപ്പോൾ പല ഇടത്തായിരിക്കാം, ഒരു 15 മിനിറ്റ് നമ്മളൊരു കോടതിയുടെ സ്റ്റൈലാണ്. അതായത് എല്ലാ കാര്യങ്ങളും ആദ്യം പറഞ്ഞു പോകും. ഇപ്പോൾ കോടതിയിൽ ഒരു കേസ് വിളിക്കുമ്പോൾ കോടതി പോയിട്ടുള്ളവർക്കറിയാം,
ആദ്യം വായിക്കും, എന്നിട്ട് പറയാം, പിന്നെ വിളിക്കും. അത് പിന്നെ ഡിസ്കസ്. അപ്പോൾ ഈ സൂം മീറ്റിങ്ങിൽ കണ്ടുവരുന്ന ട്രെൻഡ്, ഒരു 5 അജണ്ട പോയിന്റ് ഉണ്ടെങ്കിൽ ഇത് രണ്ടാമത്തെ പോയിന്റ് എത്തുമ്പോൾ അതിനെപ്പറ്റി ചർച്ച ചെയ്ത് മീറ്റിംഗ് മൊത്തം അത് ഡ്രാഗ് ചെയ്തുകൊണ്ട് പോകും. അപ്പം നമ്മൾ ബേസിക് ആയിട്ടുള്ള ഡെയിലി ഒരു സൈറ്റിലുള്ള എല്ലാവരും ഒരു ഫോൺ എടുത്ത് വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും അക്കൗണ്ട്സിലുള്ള ടീം വലുതാവുമ്പോൾ ആ ഒരു സെറ്റപ്പിലാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഡെയിലി ആൾക്കാർ തമ്മിൽ സൈറ്റിലുള്ളവരായിട്ട്, ചിലപ്പോൾ നമുക്ക് കൊച്ചിയിൽ സൈറ്റ് കാണും, അപ്പോൾ അവിടെ ഇത് കാണും, അല്ലെങ്കിൽ ട്രിവാൻഡ്രത്ത് തന്നെ പല ഇടത്തായിട്ട് കിടക്കും, ഒരുമിച്ച് കാണാൻ പറ്റില്ല. അങ്ങനെ ഡെയിലി ഒരു 10 മിനിറ്റ്, അത് തുടങ്ങുന്നതും തീരുന്നതും ഡെഫിനറ്റ് ആയിരിക്കണം. ഒരു 15 മിനിറ്റ് ഓഫീസിൽ അത് വെക്കുക. പിന്നെ അടുത്ത 4 എന്ന് പറഞ്ഞാൽ വീക്ക്ലി പ്രോഗ്രസ്. ഇതൊരു ടീം, ഇപ്പം നമ്മൾ പറഞ്ഞാൽ ഒറ്റയ്ക്ക് തുടങ്ങി, ഇപ്പോൾ 2-3 പേരായി, ടീം വലുതാവുന്നു. അപ്പോൾ വലുതാവുമ്പോൾ ഉള്ള പ്രശ്നം, ഈ എല്ലാവരും ഒരുമിച്ചിരുന്ന് കാണാതെ നടക്കത്തില്ല. സൈറ്റിൽ പണി കിടക്കുന്ന ആൾ ഉച്ചയ്ക്ക് 3 മണിക്ക് മീറ്റിംഗ് വെച്ചാൽ എങ്ങനെ കാണാം? അവർ സൂമിൽ കയറട്ടെ, നമ്മളൊരു മേശയ്ക്ക് ചുറ്റും ഒരു 4-5 പേരിയ്ക്കുന്നു, എന്നിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരാൾ ഇരുന്ന് പ്രോഗ്രസ് റിവ്യൂ ചെയ്യുന്നു. അപ്പോൾ അവരും പാർട്ടാവണമെങ്കിൽ അവർക്ക് ഇതിൽ വരാം. അപ്പോൾ സംസാരിക്കാൻ വേണ്ടി മറ്റേ ഈ മൈക്ക് പോലത്തെ മറ്റേ സ്പീക്കർ സെറ്റപ്പ് ഉണ്ട്. അതാണ് ഞാൻ ജസ്റ്റ് വരുമ്പോൾ നെറ്റ് നോക്കി, 999 അത്ര രൂപയുള്ളൂ. വലിയ ഇൻവെസ്റ്റ്മെൻ്റ് അല്ല നമ്മൾ ഈ ടെക്നോളജി അഡോപ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ വീക്കിലി നമ്മൾ ടീം മെമ്പേഴ്സ് തമ്മിലൊരു മീറ്റിംഗ് നടക്കണം. പലപ്പോഴും ക്ലയൻസ് വിളിച്ച് പരാതി പറയുമ്പോഴാണ് നമ്മൾ പ്രശ്നത്തിൽ അഡ്രസ്സ് ചെയ്യുന്നത്. അങ്ങനെ പാടില്ല. ഇതൊരു 4ാമത്തെ. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ കോർ ടീം. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരു കോർ ടീം നമുക്കുണ്ടെങ്കിൽ അത് പ്രത്യേകം ഇരുന്ന് മീറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മുടെ ഇവിടെ സംഘടന ഇതുപോലെ സംസ്ഥാന കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി എന്നൊക്കെ പറയുന്ന പോലെ അത് പ്രത്യേകം ഇരുന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോർ ടീം വേണം. അത് ഫിസിക്കലായിട്ട് തന്നെ വേണം. പിന്നെ കസ്റ്റമർ മീറ്റ്. ഈ കസ്റ്റമർ ആണല്ലോ നമുക്ക് വരുമാനം തരുന്നത്. ഇപ്പോൾ നമ്മൾ പ്ലാൻ വരയ്ക്കുന്ന കസ്റ്റമർ ആയാലും ചിലപ്പോൾ നമ്മളൊരു ആപ്ലിക്കേഷൻ കൊടുത്ത് പ്ലാൻ പെർമിറ്റിന് കൊടുത്തു, അതൊരു വർഷമൊക്കെ ആയെന്നിരിക്കും. നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. സാർ ഇതുവരെ നമ്മൾ ഇത്ര ചെയ്തു, ഇത് ഇന്ന കാരണമാണ് സാറ് മറ്റേ ഇത് തരാൻ വൈകി, ഡോക്യുമെൻറ്റ്സ് തന്നില്ല, അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഉണ്ട്. ഇത് അങ്ങോട്ട് പറഞ്ഞാൽ അവരിങ്ങോട്ട് ചാടില്ല. പലപ്പോഴും നമ്മളൊരു ഇതുപോലെ മീറ്റിങ്ങിൽ ഇരിക്കുമ്പോഴേക്കും കസ്റ്റമർ വിളിച്ചിട്ട് ഇതെന്തായി എന്ന് ചോദിക്കുന്നത്. അത് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. കസ്റ്റമറും മനുഷ്യരല്ലേ. പിന്നെ ഉള്ളത് ഈ ക്ലോഷർ എഗ്രിമെൻറ്റ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആസ് എ ബിസിനസ്, ഞാൻ ബിസിനസ് മാൻ കൂടെ ആയതുകൊണ്ടാണ്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. നമ്മൾ കഷ്ടപ്പെട്ട് ഒരാളെ അക്വയർ ചെയ്ത് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഒരു പ്ലാൻ ആയിരിക്കാം, വർക്കായിരിക്കാം ചെയ്ത് തീരുമ്പോൾ നമ്മൾ തീർത്തിട്ട് അതുവഴി അങ്ങ് പോകും. അല്ല, അവിടെയാണ് നമ്മുടെ ശരിക്കുള്ള നിധി ഒളിച്ചിരിക്കുന്നത്. അതായത് ഞാൻ മനസ്സിലാക്കുന്നത്, കസ്റ്റമറെ നമ്മൾ വിളിക്കുന്നു, നമുക്ക് ഓഫീസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഓഫീസിൽ എവിടെയാണോ കസ്റ്റമറിൻ്റെ പ്രൊമൈസിൽ പോയിട്ട് നമ്മൾ സാർ വർക്ക് തീർന്നു, ഇതെല്ലാമാണ് ഡോക്യുമെൻ്റ് കൊടുക്കുന്നു. സാറിൻ്റെ ഒരു വീഡിയോ, ഇപ്പോൾ മൊബൈൽ വേറെ ഒന്നും വേണ്ട, ഒരു മൊബൈൽ എടുത്തിട്ട് സാറിൻ്റെ ഒരു ടെസ്റ്റിമോണി എടുത്തോട്ടെ, ഞാൻ എൻ്റെ ഇതിലിട്ടോട്ടെ, ഒരു കൺസെൻറ്റ് മേടിച്ച് ഇതിട്ടിട്ട് കസ്റ്റമറോട് നാണമില്ലാതെ ചോദിക്കുക, സാറ് 2 വർക്ക് നമ്മൾ നല്ലോണം ചെയ്തതല്ലേ, സാറ് എനിക്ക് റെഫർ ചെയ്യും, മതി. ഇതൊരു പിരമിഡ് ഇതുപോലെ നമ്മൾ തന്നെ അവർക്ക് തന്നെ കിട്ടും. ഇത് പലപ്പോഴും ആൾക്കാർക്കൊരു ചോദിക്കാൻ, നമ്മൾ പാല് കാച്ചുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ പണിത് നമ്മളാണെന്ന് പറഞ്ഞിട്ട് ഒരു മൂലയിൽ നിൽക്കുന്നു. കാര്യമില്ല. നമ്മൾ വളരണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. നമ്മൾ ഭക്ഷണം കഴിച്ചാലേ നമുക്ക് ജീവിക്കാൻ പറ്റും എന്ന് പറയുന്ന പോലെ അത് നമ്മൾ റെഫറൽ മിനിമം 3 എണ്ണം സാർ തന്നേ പറ്റും. നല്ല അപ്പോൾ ഈ കസ്റ്റമറിൻ്റെ സൈക്കിൾ ഞാൻ പറഞ്ഞു, നമ്മൾ അവർ ആദ്യം മുതലേ ഹാൻഡ് ഹോൾഡ് ചെയ്യുന്നു. ചിലപ്പോൾ 1 വർഷം കൊണ്ട് തീരേണ്ട വർക്ക് ചിലപ്പോൾ 1.5 വർഷം 2 വർഷമാവും. അത് കസ്റ്റമർ ലാസ്റ്റ് ആയിരിക്കും വിചാരിക്കുന്നത്, ഇതെന്താ വർക്ക് ഇത്ര ഡിലേ ആയി, ഞാൻ ഇനി ആർക്ക് റെക്കമെൻഡ് ചെയ്യില്ല എന്ന് പറയാതെ പീരിയോഡിക്കായിട്ട് അവർക്ക് അപ്ഡേറ്റ്സ് ഇട്ട് കൊടുക്കുക. നമ്മളിങ്ങനെയാണ്, ഇതാണ് കാര്യം. അപ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവും. ഇപ്പോൾ കസ്റ്റമർ ഒരു തീരുമാനം എടുത്തില്ല, പെയിൻറ്റിൻ്റെ കളർ അടിക്കേണ്ട ഏതാണ്, ഞാൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് പറയാമെന്ന് പറയാം. അപ്പോൾ 10 ദിവസം പോയി. നമ്മൾ പറയും സാർ അത് കാരണം ഒരു മാസം പോയി. ആദ്യമേ ഒരു കൺഫർമേഷൻ ഇമെയിലോ എന്തെങ്കിലും മേടിച്ച് കഴിഞ്ഞാൽ കസ്റ്റമർക്ക് പിന്നെ ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടിയിട്ട് സാർ വർക്ക് ഡിലേ സാറ് കൊണ്ട് കാരണമാണ് കഴിഞ്ഞു. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ലാസ്റ്റ് തിങ്, ബി കോൺഫിഡൻറ്റ്. അപ്പം നമ്മൾ എല്ലാം അറിയുന്നവരൊന്നുമില്ല, ഞാൻ ഉൾപ്പെടെ എനിക്ക് എല്ലാം അറിയണമെന്നില്ല, എന്നെക്കാളും വിവരമുള്ളവരിവിടെ ഉണ്ട്. അപ്പോൾ അറിയാവുന്ന കാര്യം പറയാം. ഇപ്പോൾ അറിയാത്ത കാര്യം കസ്റ്റമർ ചോദിച്ചു, ഇതിപ്പോൾ ഇവിടെ ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടായി, ഇതെന്താണ്, നമ്മൾ നോക്കുമ്പോൾ സോയിൽ റിപ്പോർട്ടിൽ ഇങ്ങനെയാണ് കിടക്കുന്നത്, നമ്മൾ അറിഞ്ഞുകൂടാ, ഞാൻ ചോദിച്ചിട്ട് പറയാം. പക്ഷെ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് ബിസിനസ് ഓണർ എന്നുള്ള രീതി, അല്ലെങ്കിൽ നമ്മുടെ ടീം മെമ്പർ, നമ്മൾ അത്രയും ഹെവി ടീം ഉണ്ടെങ്കിൽ ആ ടീം മെമ്പറും കോൺഫിഡൻ്റ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും തീരാവുന്നേ ഉള്ളൂ. ഇതാണ് എനിക്ക് തോന്നിയ ഒരു 8 ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. അതുപോലെ ചെയ്യരുതാൻ പാടില്ലാത്ത ഒരു 5 കാര്യം കൂടെ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ തലവേദന, നമ്മൾ ഈ എക്സ്ട്രാ വർക്ക് നമ്മളെല്ലാവരും ഫേസ് ചെയ്യും. നമ്മൾ പറയും 50 ലക്ഷം രൂപയ്ക്ക് പണി തരാം. ഈ കസ്റ്റമർ തന്നെ പണി നടക്കുമ്പോൾ പറയും, ഇതിവിടെ പോരാ, വീതി പോരാ, ഇത് നീക്കണം. നമ്മളിതെല്ലാം ഓറൽ, ഇത് 99.99% എല്ലാവരും, ഞാൻ ഉൾപ്പെടെ ഏറ്റവും കരഞ്ഞിട്ടുള്ള കാര്യമാണ്. എക്സ്ട്രാ വർക്ക് നമ്മൾ പറയുമ്പോൾ അത് മാറ്റി കൊടുക്കും എന്ന് പറയും, സാർ ഇത്ര രൂപയാവും, ഓക്കെ എന്ന് പറയും. ഡോക്യുമെൻറ്റേഷൻ ഇല്ല.
ഈ പറയുന്ന സാധനം വാട്സാപ്പിൽ അയച്ചു എന്ന് പറയും. വാട്സാപ്പ് പുതിയ ഫോൺ എടുക്കുമ്പോൾ പോകും. പിന്നെ ഫോൺ വിളിച്ച് പറയും, എഴുതി ഒപ്പിടുക. വേഴ്സ്റ്റ് സിറ്റുവേഷനിൽ മാത്രം ഒരു ഇമെയിൽ, സാർ ആ ഫോൺ എടുത്തിട്ട് എൻ്റെ ഇമെയിലൊന്നും അത് വന്നു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ചെയ്യുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പൈസയേക്കാൾ ഉപരി ടൈം. എല്ലാ കസ്റ്റമറും പൈസ കൂടിയതല്ല, സമയം കൂടിയതിലാണ് പറയുന്നത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ, കമേഴ്ഷ്യൽ ബിൽഡിംഗ് പണിയുന്നതിൽ ഇത് നേരത്തെ എനിക്ക് ഇത്ര രൂപ വാടക കിട്ടേണ്ടതാണ്, നിങ്ങൾ കാരണം നിങ്ങൾക്ക് എക്സ്ട്രാ ഐറ്റം 50,000 രൂപയുള്ളൂ, എനിക്ക് വാടക മാസം 1,00,000 രൂപയാണ്, അങ്ങനെ 6 മാസം ഡിലേ ആയതിൻ്റെ 6,00,000 രൂപ, അപ്പോൾ നീ എനിക്ക് ഇങ്ങോട്ട് കാശ് തരണമെന്ന് പറയും. ഇത് ഡോക്യുമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് കേസ് വരെ കോടതിയിൽ നേരിട്ടുണ്ട്. അപ്പോൾ ഈ സാധനം വെർബൽ അപ്രൂവൽ പാടില്ല, അത് മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം സാമ്പത്തികത്തിന് വേണ്ടിയാണ്. ഈ പറയാനും എല്ലാവരും പറയും പറയാൻ എളുപ്പമാണ്, കാശ് മേടിക്കരുത്. പക്ഷേ ഈ പറഞ്ഞ പോലെ നേരത്തെ ഞാനൊരു GST കാര്യം പറഞ്ഞില്ല. ഇപ്പോൾ GST എന്ന് പറയുമ്പോൾ ഉടനെ അത് സേവ് ചെയ്യാൻ വേണ്ടി ഇപ്പം നമുക്കറിയാം ഇൻഡസ്ട്രിക്കകത്ത് ഇപ്പോൾ ഈ ഞാൻ 1000-ൻ്റെ നമ്മൾ 1000 രൂപയുടെ ഒരു സർവീസിന് 18% 1150. അപ്പോൾ നമ്മൾ 1200 മേടിച്ചു, എന്നിട്ട് ഇൻവോയ്സ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് റിവേഴ്സ് വർക്കൗട്ട് ചെയ്യുക. ഈ 1150 എന്ന് പറയുമ്പോഴേ മനസ്സിലാവും GST ആവും. കസ്റ്റമറും എടുക്കാനാണ്, നമ്മളും ബിസിനസ്സുകാരല്ലേ. അപ്പം അത് മാക്സിമം നോക്കാം. എല്ലാം പയറ്റി നോക്കിയിട്ട് നടന്നില്ലെങ്കിൽ സാർ പകുതിയെങ്കിലും ഞാൻ അടയ്ക്കാം, പകുതി. ഇതൊരു നമ്മൾ കംപ്ലൈൻസ് ആയിട്ട് വേണം കാശ് മാക്സിമം മേടിക്കായിരിക്കും. ഇതിൻ്റെ കാരണം നമുക്ക് ഗ്രോത്ത് വേണമെങ്കിൽ നമുക്ക് ലോൺ വേണം, പല കാര്യങ്ങളും. അപ്പോൾ ബാങ്ക് ഒന്നും നമ്മുടെ ഇത് ചോദിക്കത്തില്ല. അതായത് അതാണ് ഞാൻ പറഞ്ഞത്, ബാങ്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം എത്ര ബിസിനസ് ഉണ്ട്, ഞാൻ 2 വീട് വെച്ചു, അപ്പോൾ ഓക്കെ 1 കോടിക്ക് മുകളിൽ ട്രാൻസാക്ഷൻ വന്നു, അത് ക്യാഷാണ് സാറേ, അത് വളരാൻ പറ്റില്ല. ഇപ്പോൾ GST ട്രാൻസാക്ഷൻ നോക്കിയിട്ടും അങ്ങനെ നോക്കിയിട്ടും നമുക്ക് ഫിനാൻസ് ഇന്ന് സമൂഹത്തിൽ പൈസ എത്ര വേണമെങ്കിലും കിട്ടും, മാർക്കറ്റ് ഉണ്ട്. പക്ഷെ അവരെല്ലാം ഡോക്യുമെൻറ്റ്സ് ആണ് ചോദിക്കുന്നത്. ഞാൻ ചെയ്ത വർക്ക് എന്ത് നോക്കിയിട്ട് ആരും തരില്ല. നമുക്ക് നല്ല കോൺഫിഡൻ്റ് ആണ്, നമ്മളൊരു കാര്യം ചെയ്യണമെങ്കിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വളരാം. പക്ഷെ ആ പൈസ കിട്ടണമെങ്കിൽ തെളിവിടെ. അപ്പോൾ അതിന് ഈ സാധനം വരണം. അപ്പോൾ നമുക്ക് ടേൺ ഓവർ കൂടണമെങ്കിൽ ബാങ്ക് ട്രാൻസാക്ഷൻ 100% ഉറപ്പ് വരുത്തണം. ഇനി കസ്റ്റമർ ഇത് പറഞ്ഞാലും GST പകുതിയെങ്കിലും നമ്മൾ ഇടാമെന്ന് പറഞ്ഞ് വേണം ചെയ്യാൻ. അപ്പോൾ അത് വർക്കൗട്ട് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നത്. നമ്മൾ പലപ്പോഴും മടിച്ചു പോകുന്നത് GST പ്രത്യേകം പറയുമ്പോൾ കസ്റ്റമർ പറ്റൂല എന്ന് പറയും, അവിടെയാണ് ഇത് തെറ്റുന്നത്. പിന്നെ ഉള്ളത് ഈ നേരത്തെ പറഞ്ഞില്ലേ ക്യാഷിന്. പിന്നെ ഓഫീസിൽ നമ്മൾ ഈ കണക്ക് കാര്യങ്ങൾ കുറച്ച് നമ്മളിതാകുമ്പോൾ ആൾക്കാർ ശ്രദ്ധിച്ചു തുടങ്ങും. ഈ ഓഫീസിൽ കണക്ക് ഇതെല്ലാം എഴുതി വയ്ക്കും, ക്യാഷ് തന്നു ബാങ്കിൽ ഇത്, അങ്ങനെ ചെയ്യരുത്. അഥവാ ചെയ്യുവാണെങ്കിൽ ചെയ്യരുതെന്നുള്ള. പിന്നെ ഉള്ളത് ഈ ഇപ്പോൾ ഇവിടെ വരുന്ന വഴിക്ക് ആഡ് ചെയ്തതാണ്, ആക്ച്വലി 4 പോയിൻ്റാണ് എഴുതിയത്. ഈ നമ്മളൊരു സൈറ്റിൽ കൃത്യമായിട്ട് നമ്മളിപ്പോൾ മേസ്തിരി ഒരു ലേബർ കോൺട്രാക്റ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും, ഇതുണ്ട്, കൃത്യം 9 മണി തൊട്ട് 10 മണിക്ക് നമ്മളവിടെ സൈറ്റിൽ കാണാം. അപ്പോൾ അവർക്കറിയാം ഇയാൾ ഇപ്പോഴേ വരുള്ളൂ. അത് പാടില്ല. നമ്മൾ എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലുന്ന ഒരു ടെററായിട്ട് തോന്നും. അതിൽ കാര്യമുണ്ട്. കാര്യം ചിലപ്പോൾ ഞാൻ ഒരിക്കൽ ഇറങ്ങി സൈറ്റിൽ പോയിട്ട് വീണ്ടും ആ സൈറ്റിൽ വരും, അപ്പോഴത്തേക്ക് അവിടെ നിന്ന് ആൾക്കാരൊന്നും കാണുന്നില്ല, അവരോട് പോയി ചായ കുടിക്കാൻ പോയെന്ന് പറയും. അപ്പോൾ നമ്മൾ മിണ്ടായിരിക്കുക, കുറേ നേരം ഒബ്സർവ് ചെയ്യുക. അതായത് കുറച്ച് കോമാളിത്തരങ്ങളൊക്കെ നമ്മൾ കാണിക്കണം ഒരു സ്ഥാപനം കൊണ്ടുപോകണമെങ്കിൽ. അപ്പം ഇത്രയാണ് എനിക്കൊരു എന്താ പറയുക ഡൂസ് ആൻഡ് ബാഡ്. കാര്യം ഇതിൻ്റെ അകത്ത് തിയറിറ്റിക്കലായിട്ട് ഒരുപാട് പറയാനുണ്ട്. ബേസിക്കലി എല്ലാവരുടെയും ഇൻട്രാക്ഷൻ, നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നോ അതെനിക്കും യൂസ്ഫുൾ ആണ്. അപ്പോൾ ഒരു ഓപ്പൺ സെഷനാണ്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തിരിച്ചും ചോദിക്കാം. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്, ആസ് എ ബിൽഡർ എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഷെയർ ചെയ്തത്. ഒരു എഞ്ചിനീയറും ആണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ എന്തെങ്കിലും ഇൻപുട്സ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ദാറ്റ്സ് ഓൾ. എനിക്ക് ഇത്രേ പറയുള്ളൂ. കാര്യം കുറച്ച് എലാബറേറ്റ് ചെയ്ത് പറയേണ്ട, ലഞ്ചിൻ്റെ ടൈം കൂടെ കൺസിഡർ ചെയ്തിട്ട് ഷോർട്ടാക്കിയതാണ്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, ഫ്രീ ആണ്.